ഹലോ, വെൽക്കം ടു ജെന്നീസ് കിച്ചൺ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. 1 കിലോ കൂന്തലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയുള്ളി നല്ലവണ്ണം വൃത്തിയാക്കി കഴുകി മുറിച്ചത് 2 പിടി, പിന്നെ വെളുത്തുള്ളി ഒരു പിടി, 5-6 പച്ചമുളക്, ഇഞ്ചി കുറച്ച്, പിന്നെ മുളക് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യത്തിന് ചേർക്കുക. ആദ്യം കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുന്ന വരെ കാത്തിരിക്കുക. പിന്നീട് ചെറിയുള്ളി കുറച്ച് 2 പിടി ഉള്ളി തോല് കളഞ്ഞ് അത് ഇട്ട് വറക്കുക. നല്ലപോലെ ബ്രൗൺ നിറാവുന്നവരെ വറക്കുക. നമ്മുടെ ഉണ്ടാക്കുന്ന താരം ജാനകി നമ്മുടെ താരമാണ്. ഉപ്പിട്ട ഉള്ളി വേഗം മൊരിയും. പച്ചമുളക് ഇടുക, 6 പച്ചമുളക്, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടത്, പിന്നെ വെളുത്തുള്ളി അല്ലി ചെറുതായി മുറിച്ചിട്ട്, ഇതെല്ലാം നല്ലപോലെ വറുക്കുക. അതിൻ്റെ ഇത് ഓഫ് ചെയ്യും. പിന്നീട് കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ നല്ല വാസനയുണ്ടാവും. കുറച്ച് നേരം കൂടി വറക്കണം, ആയിട്ടില്ല. ഇനി സ്റ്റൗവിൻ്റെ തീ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ച 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ വറക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടും. കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂൺ പൊടിച്ച പൊടി വേണം. ഒന്ന് നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂന്തലിടാം. ഇത് 1 കിലോ കൂന്തലാണിത്. വറുത്ത ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ ഇട്ട് നല്ലപോലെ വറുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാത്തിനും പിടിക്കുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കണം. ഇനി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് 4 വിസിൽ വരുന്നവരെ വയ്ക്കുക. അവസാനമായി എല്ലാം ആയിക്കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര്, ചെറുനാരങ്ങ നീര് ഒഴിക്കണം. അധികം ഉണ്ടെങ്കിൽ 2 നാരങ്ങ, ചെറുതാണെങ്കിൽ 2 നാരങ്ങ ഒഴിക്കുക. അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 മതി. നാരങ്ങ ഒഴിച്ച് നല്ലപോലെ ഇളക്കും. നാരങ്ങച്ചാറ്
നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയായി. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. അത് ചപ്പാത്തിക്കും ബ്രെഡിനും ദോശ, ഇഡ്ഡലി, ചോറ് എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റിയതാണ്. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.